തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് കാരണം ഭരണവിരുദ്ധതയാണോ എന്നതിൽ വ്യക്തത വരുത്താതെ LDF. ഘടകകക്ഷികൾ പ്രത്യേകം തോൽവി പരിശോധിക്കും. അതിനുശേഷം വിശദമായ ചർച്ച നടത്തുമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. പാലായിൽ സംഘടനാപരമായി നഷ്ടം വന്നിട്ടില്ലെന്നാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ വിലയിരുത്തൽ. ചില മാധ്യമങ്ങളിൽ ഭരണവിരുദ്ധ വികാരം ഈ തെരഞ്ഞെടുപ്പിന് ഇടതുപക്ഷത്തിനെതിരായി വന്നിട്ടുണ്ട് എന്ന് ചില മാധ്യമങ്ങളിൽ കണ്ടു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലോ അല്ലെങ്കിൽ CPMൻ്റെ ഏതെങ്കിലും ഘടകത്തിലോ അങ്ങനെ ഒരു ചർച്ച നടത്തിയിട്ടേയില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് തീരുമാനിക്കുന്നു എന്നുള്ള നിലയിലുള്ള ഒരു വാർത്ത. എല്ലാ ക്യാബിനറ്റിലും ബുധനാഴ്ച കൂടുന്ന ക്യാബിനറ്റിൽ വരുന്ന അജണ്ടകൾ ഏകകണ്ഠമായിട്ടാണ് തീരുമാനിക്കുന്നത്. നല്ല ചർച്ച നടത്തുന്നതിന് വേണ്ടി മന്ത്രിമാർക്ക് അവസരം കൊടുക്കുകയും നല്ല ചർച്ചയ്ക്ക് ശേഷമാണ് തീരുമാനങ്ങളിലേക്ക് പോകുന്നത്. അങ്ങനെ ഒരു ഏകാധിപത്യപരമായിട്ടുള്ള ഒരു തീരുമാനം കൊടുത്തിട്ടുള്ളത് മാത്രമല്ല, എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ടും എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിച്ച നിലയിൽ വിജയം കൈവരിക്കാൻ കഴിഞ്ഞില്ല. ജനങ്ങളിലുണ്ടായിട്ടുള്ള ഈ പ്രതികരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ വിശദമായി പരിശോധിക്കാനും തെരഞ്ഞെടുപ്പിന്റെ ഫലം ആഴത്തിലുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കി. ഞങ്ങൾ എന്തെങ്കിലും തിരുത്തലുകൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളിൽ തിരുത്തൽ വരുത്തി മുന്നോട്ട് പോവുക എന്ന നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൊതുവെ സ്വീകരിക്കുന്നത്. വിജിൻ വായാന്തോട് വിശദാംശങ്ങളുമായി. വിജിൻ, ഇന്ന് നടന്ന LDF യോഗത്തിൽ തോൽവി കാര്യമായും ആഴത്തിലും വിലയിരുത്തിയിട്ടില്ല എന്ന് കൺവീനർ തന്നെ സമ്മതിക്കുന്നുണ്ട്. വെവ്വേറെ ഘടകകക്ഷികൾ തോൽവി പഠിക്കട്ടെ എന്നതാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. അപ്പോൾ എന്താണ് ഇന്ന് ആ യോഗത്തിൽ നടന്നത്? എങ്ങനെയാണ് മൊത്തത്തിൽ LDF ഈ തോൽവിയെ കാണുന്നത്? സൈഫുദ്ദീൻ, അതായത് LDF യോഗത്തിൽ ഈ തോൽവിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഭരണവിരുദ്ധ വികാരം ഉൾപ്പെടെ സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലൊന്നും വിശദമായ ഒരു ചർച്ചയിലേക്ക് കടന്നിട്ടില്ല, വിശദമായ വിലയിരുത്തലും നടത്തിയിട്ടില്ല. ഘടകകക്ഷികൾ പ്രത്യേകം പഠനം നടത്തട്ടെ. ആ പഠനം നടത്തിയ ശേഷം ജനുവരി ആദ്യവാരം വീണ്ടും LDF യോഗം ചേരും. അതിലായിരിക്കും വിശദമായ പരിശോധന, സമഗ്രമായ പരിശോധന, ആഴത്തിലുള്ള പരിശോധന ഉണ്ടാവുക എന്നതാണ് LDF കൺവീനർ തന്നെ വ്യക്തമാക്കിയത്. LDFൽ കൂടുതൽ നേരം ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ച എന്തായാലും വന്നിട്ടുമില്ല. എന്തായാലും നേരത്തെ തന്നെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം LDFനെ സംബന്ധിച്ചിടത്തോളം സാധാരണ ഉണ്ടാകുന്നത് CPMഉം ചില വിലയിരുത്തലുകളിലേക്ക് എത്തുകയും അത് സ്വാഭാവികമായും LDFന്റെ ഒരു നിലപാടായി മാറുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകാറുണ്ട്. സാധാരണഗതിയിൽ അങ്ങനെയാണ് ഉണ്ടാകാറ്. എന്നാൽ ഈ തവണ അങ്ങനെയില്ല. അതായത് CPയുടെയും CPMന്റെയും നിലപാടിനപ്പുറം ഘടകകക്ഷികളിലെ എല്ലാവരുടെയും അഭിപ്രായം അത് പരിഗണിച്ച് അവർ വിശദമായ പഠനം നടത്തി, പരിശോധന നടത്തി അക്കാര്യം LDFൽ പറയുകയും അതിനുശേഷം ഒരു പൊതു തീരുമാനത്തിലേക്ക് എത്തുക എന്ന തീരുമാനത്തിലേക്കാണ് നിലവിൽ എന്തായാലും എത്തിയിട്ടുള്ളത്. എന്നാലും ഇന്ന് ആകെ ഉണ്ടായിരുന്ന ചർച്ച അത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഘടകകക്ഷികൾ അതിൽ പഠനം നടത്തട്ടെ. CPM ഉൾപ്പെടെയുള്ളവ അടുത്ത 27-ാം തീയതി ഉൾപ്പെടെ സംസ്ഥാന സമിതി യോഗവും സെക്രട്ടേറിയറ്റും ഒക്കെ ചേരുന്നുണ്ട്. അതിൽ വിശദമായ ചർച്ച നടത്തിയ ശേഷം ഉള്ള തീരുമാനത്തിലേക്ക് പോകാം, എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണം എന്ന കാര്യത്തിലുള്ള തീരുമാനത്തിലേക്ക് പോകാം എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്. എന്തായാലും തോൽവി LDF അംഗീകരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ തോൽവിയിൽ നിന്ന് ആഴത്തിലുള്ള പാഠം പഠിച്ച് മുന്നോട്ട് പോകും. ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള തിരുത്തലുകൾ വരുത്തും എന്നുള്ള കാര്യമാണ് LDF കൺവീനർ എന്തായാലും വ്യക്തമാക്കുന്നത്. ആ നിലപാട് തന്നെ നിലവിൽ ഘടകകക്ഷികളും അംഗീകരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ജനുവരി ആദ്യവാരം ചേരുന്ന LDF യോഗത്തിന് മുമ്പ് മുഴുവൻ ഘടകകക്ഷികളും അതിനു മുമ്പ് അവരുടെ സംസ്ഥാന സമിതി യോഗങ്ങൾ ചേർന്ന്